നമസ്കാരം. പഴയ പ്രതാപത്തിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ തിരിച്ചു കൊണ്ടുവരുന്നതിനൊപ്പം കാലത്തിനൊത്ത മാറ്റം വരുത്താനും AICC ജനറൽ സെക്രട്ടറിമാരുടെയും ഭാരവാഹികളുടെയും യോഗത്തിൽ തീരുമാനിച്ചു. പാർട്ടിക്ക് ശക്തിയുള്ള ജില്ലകളെയും ദുർബല ജില്ലകളെയും തരംതിരിച്ചു പ്രവർത്തന പദ്ധതി രൂപീകരിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും. 1960കളിലും 70കളിലും DCCക്ക് ഉണ്ടായിരുന്ന ശക്തി ക്ഷയിച്ചതു പാർട്ടിക്ക് ക്ഷീണമായെന്ന് വിലയിരുത്തിയാണ് തട്ടിൽ പാർട്ടി ശക്തമാക്കുന്നതിനുള്ള ശ്രമം. DCCകൾക്ക് തീരുമാനമെടുക്കാവുന്ന തരത്തിൽ കൂടുതൽ അധികാരം നൽകണമെന്നതുൾപ്പെടെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ DCCകൾ ഒറ്റപ്പേരെ ഹൈക്കമാൻഡിന് കൈമാറുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരവും ചുമതലയും നൽകണമെന്ന നിർദ്ദേശത്തെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പിന്തുണച്ചു. ഇതുൾപ്പെടെ പാർട്ടിയുടെ ഘടന രൂപപ്പെടുത്താനുള്ള ചർച്ചയും 7 മണിക്കൂറോളം നീണ്ട യോഗത്തിലുണ്ടായി. സമാന ചർച്ച സംസ്ഥാന തലത്തും നടത്തും. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള AICC ഭാരവാഹി രമേശ് ചെന്നിത്തല, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി തുടങ്ങിയവരും പുതുതായി ചുമതലയേറ്റ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. INTC പോലെ പോഷക സംഘടനകളെ കൂടുതൽ സഹകരിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവികൾ ഉണ്ടായാൽ അതിന് മറുപടി നൽകാനുള്ള ബാധ്യത AICC ഭാരവാഹികൾക്ക് ഉണ്ടായിരിക്കുമെന്നും ഖാർഗെ ഓർമ്മിപ്പിച്ചു. സംവിധാൻ ബച്ചാവോ യാത്ര മാർച്ചിൽ നടത്താനും യോഗം തീരുമാനിച്ചു. ഭാരത് ജോഡോ യാത്രയിൽ നിന്നും വ്യത്യസ്തമായി ബ്ലോക്ക്, DCC, സംസ്ഥാന തലങ്ങളിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന യാത്രയായിരിക്കും ഇത്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നു എന്ന ആശങ്കയും യോഗം ചർച്ച ചെയ്തു. പാർട്ടിയോടും പ്രത്യയശാസ്ത്രത്തോടും കൂറില്ലാത്തവരെ ധൃതി പിടിച്ച് പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിനോട് വിയോജിച്ച് മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തി. ദുർഘട സന്ധിയിൽ ഇത്തരക്കാർ പാർട്ടിയെ ഇട്ടെറിഞ്ഞു പോകുമെന്നും അവരിൽ നിന്നും അകന്നു നിൽക്കണമെന്നും ഖാർഗെ പറഞ്ഞു.